ഗൈസ്, അപ്പോൾ നാളത്തെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഫ്രം 3 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ആ വീഡിയോസ് കാണാത്തവർ പെട്ടെന്ന് പോയിട്ട് അതുകൂടെ കാണണം. കാരണം നാളത്തെ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. അഫ്ലർ സാറിൻ്റെയും എൻ്റെയും ഒക്കെ വീഡിയോസ് റെഡിയാണ്. ആൻഡ് ഓൾസോ ഡു വാച്ച് ദ ഷോർട്സ് ടു. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് എൻവയൺമെന്റ്, പ്ലാനിങ്, സ്റ്റാഫിംഗിൽ നിന്ന് എസ്എ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് നോക്കാം ബിസിനസ് എൻവയൺമെന്റ് എന്ന ചാപ്റ്ററിൽ എന്താണ് ചോദിക്കുക. അവിടെ സ്റ്റോർ ആയിട്ടും ചോദിക്കുന്നത് ബിസിനസ് എൻവയൺമെന്റിന്റെ ഡയമെൻഷൻസ് ആണ്. ഒരു 3-4 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5 ഡയമെൻഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലീഗൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ എൻവയൺമെന്റ്. സാമ്പത്തിക പരിസ്ഥിതി, സാമൂഹിക പരിസ്ഥിതി, സാങ്കേതിക പരിസ്ഥിതി, രാഷ്ട്രീയ പരിസ്ഥിതി, നിയമപരമായിട്ടുള്ള പരിസ്ഥിതി. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം നമുക്ക് നല്ല രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ MCQ ആയിട്ടോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എന്താണ് ലീഗൽ എൻവയൺമെന്റിന്? ഓരോന്നിന്റെ ഉദാഹരണമാണ് പഠിക്കേണ്ടത്. ലീഗൽ എൻവയൺമെന്റിൽ നമ്മുടെ എല്ലാ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് അടക്കമുള്ള എല്ലാ റൈറ്റ്സ് ടു എഡ്യൂക്കേഷന്, നിയമങ്ങൾ, ബിസിനസ് ലോസ്, സിറ്റിസൺസിന്റെ റൈറ്റ്സ്, നമ്മുടെ ലീഗൽ സിസ്റ്റം തുടങ്ങിയ എല്ലാം വരുന്നത് ലീഗൽ എൻവയൺമെന്റിലാണ്, നിയമപരമായിട്ടുള്ള പരിസ്ഥിതിയിലാണ്. ഇനി അടുത്തത് എക്കണോമിക് എൻവയൺമെന്റിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇൻഫ്ലേഷൻ ഒക്കെയാണ് കേട്ടോ ഉദാഹരണമായിട്ട്. അതേപോലെ ഗവൺമെന്റിന്റെ പോളിസീസ്, മാർക്കറ്റ് കണ്ടീഷൻസ്, ഇതൊക്കെ സാമ്പത്തിക പരിസ്ഥിതി എക്കണോമിക് എൻവയൺമെന്റിൽ വരുന്നതാണ്. ഇനി ടെക്നോളജിക്കൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവില്ല, അതിലെ അഡ്വാൻസ്മെന്റ്സ് ഒക്കെയാണ് ടെക്നോളജിക്കൽ എൻവയൺമെന്റിൽ. അതായത് ടെക്നോളജി പരമായിട്ടുള്ള എന്ത് ചോദിച്ചാലും അത് ടെക്നോളജിക്കൽ എൻവയൺമെന്റ് ആണ്, പരിസ്ഥിതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി സോഷ്യൽ എൻവയൺമെന്റ്, സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തോട് കുറച്ച് നല്ല രീതിയിൽ പെരുമാറേണ്ടതും നമ്മൾ കുറച്ച് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും നോക്കേണ്ടതൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണമായിട്ട് ചോദിച്ചാൽ അത് സോഷ്യൽ എൻവയൺമെന്റ് ആണ്. ഇനി ലാസ്റ്റ് പൊളിറ്റിക്കൽ എൻവയൺമെന്റ് ആണ്. പൊളിറ്റിക്കൽ എല്ലാ സാധനങ്ങളും, ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി, ഫോറിൻ പോളിസീസ് തുടങ്ങിയ എല്ലാ നയങ്ങളും വരുന്നത് എവിടെയാണ്? ഈ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇനി അടുത്തത് പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ നോക്കുവാണെങ്കിൽ ഷോ ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചോ. ഇത് പഠിക്കാനുള്ള ഒരു കോഡാണ്. എസ് ദിയ ഒരു ഷെഫ് ആണ്. എങ്ങനെയാണ്? എസ് ദിയ ഒരു ഷെഫ് ആണെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒബ്ജക്റ്റീവ് തീരുമാനിക്കുന്നു. എന്നിട്ട് അതിനുള്ള പ്രിമിസസ് നമ്മൾ റെഡിയാക്കാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഭാവിയിൽ എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു അസംഷൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു. എന്നിട്ട് ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ മുമ്പിൽ വെക്കുന്നു. ഇതിൽ ഏതാണ് ബെസ്റ്റ്, ഏതെടുത്താലാണ് നമുക്ക് കൂടുതൽ ലാഭം, ഏതെടുത്താലാണ് മോശമാവുക, ആ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്തല്ലോ, അതിലേതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആ പ്ലാൻ ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എസ് ദിയ ഒരു ഷെഫ് ആണ് എന്നുള്ള കോഡിൽ പഠിക്കാം കേട്ടോ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമിസസ്, ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ്, അനലൈസിംഗ് ആൾട്ടർനേറ്റീവ്, സെലക്ടിംഗ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. ഇനി സ്റ്റാഫിംഗ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. 9 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എസ് എ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒന്നെങ്കിൽ എസ് എ ഉണ്ടാവുക സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫിംഗിന്റെ പ്രോസസ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് കമ്പനിക്ക് അകത്ത് നിന്ന് ഇന്റേണൽ സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്ത് നിന്ന് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരെ, കമ്പനിയിലുള്ള ആൾക്കാരെ തന്നെ ജോബ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്. മറ്റൊരു ജോലിയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ നമ്മൾ ട്രാൻസ്ഫർ കൊടുത്തിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തത് നമ്മൾ പ്രൊമോഷനുകളാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഹൈ റെസ്പോൺസിബിലിറ്റി, നല്ല പേയ്മെന്റ്, നല്ല സ്റ്റാറ്റസ് ഒക്കെ വരുത്തിയിട്ട് ആൾക്കാരെ കമ്പനിക്ക് അകത്ത് നിന്ന് തന്നെ പൊസിഷൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്റേണൽ സോഴ്സ് കേട്ടോ. ഇനി എക്സ്റ്റേണൽ സോഴ്സ്, പുറത്ത് നിന്നിട്ട് നമ്മൾ ആൾക്കാരെ എങ്ങനെയൊക്കെ എടുക്കുക? ഒന്ന് നേരിട്ട് തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ വരുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് കാഷ്വൽ കോളേഴ്സ് വഴി നമ്മളെ കമ്പനി എന്ത് ചെയ്യും? ഓൾറെഡി നമുക്ക് കുറച്ച് ആൾക്കാരെ ആപ്ലിക്കൻസിൻ്റെ ഒക്കെ ഫയലൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് അവരെ ഓരോരുത്തരെയും വിളിച്ചിട്ട് നമുക്ക് വേണ്ട പോസ്റ്റിലുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ചിലവ് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് പരസ്യം, അഡ്വർടൈസ്മെന്റിലൂടെ നിങ്ങൾ കാണാറില്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ, നീഡ് ഹയറിംഗ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഈ പോസ്റ്റ്, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരസ്യങ്ങൾ വഴിയും നമുക്ക് എന്ത് ചെയ്യാം? ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇനി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികളുടെ പ്രകാരം
പ്രകാരം ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്കറിയാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുന്നത് അല്ലേ. അവിടെ നിന്നിട്ട് ഓരോ ജോലിയിലേക്ക് ഓരോ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ ഗവൺമെന്റ് വഴി തിരഞ്ഞെടുക്കുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. പ്ലേസ്മെന്റ് ഏജൻസികളും മാനേജ്മെന്റ് കൺസൾട്ടന്റ്മാരും ഇങ്ങനെ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഏജൻസി ഉണ്ടാവും. അവർ നമ്മളെ കമ്പനിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ കമ്പനി എന്താണോ ആവശ്യപ്പെടുന്നത്, ഏത് പൊസിഷനിലേക്ക് ഏത് സ്കില്ലുള്ള ആൾക്കാരെയാണോ ആവശ്യപ്പെടുന്നത്, അവരെന്ത് ചെയ്യും, അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മളെ ചേച്ചി ചേട്ടന്മാരൊക്കെ കോളേജുകളിലൊക്കെ പോയിട്ട് ആൾക്കാരെ ഇന്റർവ്യൂ നടത്തിയിട്ട് ജോലിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ഇനി ജീവനക്കാരുടെ ശുപാർശകൾ, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ എന്ത് ചെയ്യും, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുന്നതാണ് റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. പിന്നെ അടുത്തത് ലേബർ കോൺട്രാക്ടേഴ്സ് വഴിട്ടോ, അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാക്ടർമാരെ ചോദിക്കും, അവരോട് ഇങ്ങനെ ജോലി ചെയ്യാൻ ആളുണ്ടോ, അങ്ങനെ അവരെന്ത് ചെയ്യും, അവരുടെ കീഴിലുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഇന്റേണൽ സോഴ്സ് വഴിയും എക്സ്റ്റേണൽ സോഴ്സ് വഴിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാഫിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ സ്റ്റാഫിങ്ങിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുകയാണ് എസ്റ്റിമേറ്റിംഗ് ദ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ മാൻ പവർ റിക്രൂട്ട്മെന്റ്സ് എന്ന് പറയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരെ റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ ആൾക്കാരെ സെർച്ച് ചെയ്യുന്നതും അവരോട് ജോലി അപ്ലൈ ചെയ്യാനും പറയുന്ന പ്രോസസ്സാണ്. പിന്നെ ഓരോരുത്തരെയും നമുക്ക് ആവശ്യപ്രകാരം അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. പിന്നെ പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, അവർ റൈറ്റ് സ്ഥലത്ത് തന്നെ റൈറ്റ് ജോബിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നു, കമ്പനിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ അവർക്ക് അവരുടെ സ്കില്ല്, അവരെ നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. യെസ്, ആൻഡ് പിന്നീട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പ്രൊമോഷൻ കൊടുക്കുന്നു, കരിയർ പ്ലാനിങ്ങിന് നമ്മൾ സഹായിക്കുന്നു. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, അവർ എന്ത് ജോലിയാണ് ചെയ്തത്, അവരെന്തൊക്കെ റിസ്ക് എടുത്തിട്ടുണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ വേജസ്, സാലറി ആൻഡ് മറ്റുള്ള ബെനിഫിറ്റ്സ്, ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് കോമ്പൻസേഷൻ എന്ന സ്റ്റെപ്പിൽ പറയുന്നത് കേട്ടോ. സോ ഇത്രയാണ് സ്റ്റെപ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻസിനെയും സ്റ്റെപ്പ് ഒന്നുകൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റാഫിങ്ങിൽ നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്, സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിന്റെ ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ആൻഡ് ഓൾസോ മക്കളെ മറക്കേണ്ട, ഈ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് പോകാൻ കഴിയില്ല. അടുത്ത എക്സാം 7 daysനകം തന്നെ നമുക്ക് വരുന്നതാണ്. അപ്പോൾ മക്കളെ, നമ്മളുടെ ഈ ഒരു എഡ്യൂപോർട്ടിന്റെ ബാച്ച് ഇപ്പൊ നിങ്ങൾക്ക് വെറും 699 rupeesന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇനിയും എവിടെയും എത്താത്ത കുട്ടികളാണെങ്കിൽ റിസ്ക് എടുക്കേണ്ട, പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിന്റെയും എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് നടത്തി തരും. നിങ്ങളൊന്ന് ടെൻഷൻ ഫ്രീ ആക്കി തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പുഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. ഇനി സമയമില്ല നമുക്ക് മുമ്പിൽ, വെറും 7 days ആണ് എക്സാം കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിലേക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് എഴുതുക, ഈ കാര്യങ്ങൾ മറന്നു പോകണ്ട, ഈ നോട്ട്സ് ഒന്ന് നോക്കി പോവുക. ഇനി ലോങ് പാരഗ്രാഫ്സ് ആയിട്ട് മക്കൾ എന്ത് ചെയ്തത്, ബിസിനസ് എക്സാം എഴുതരുത്. മാക്സിമം പോയിന്റ്സ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ട് മെയിൻ പോയിന്റ് ഒക്കെ ഒന്ന് പെൻസിലോടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ബൈ, താങ്ക് യു.